നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലാട് തുമ്പേച്ചിറ റോഡിലാണ്. വർഷങ്ങളായി പഞ്ചായത്ത് അധികൃതരോടക്കം വിവിധ തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഈ റോഡ് ടാർ ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി നാട്ടുകാർ ചേർന്ന് ഈ റോഡ് ഇപ്പോൾ വൃത്തിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു ഇവരൊരു സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ, ഈ റോഡിലെ കാട് വെട്ടിത്തെളിക്കുന്ന ജോലികൾ ആരംഭിച്ചത്. പനച്ചിക്കാട് പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ഇത്തരത്തിലൊരു റോഡുള്ളത്. തുമ്പേച്ചിറ റോഡാണിത്. ഏതാണ്ട് 200 മീറ്ററോളം മാത്രമാണ് ഈ റോഡ് ഇപ്പോൾ ടാർ ചെയ്യാതിട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് കാട് പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ സ്വന്തം നിലയിൽ ഈ റോഡ് വൃത്തിയാക്കാനായി ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവരുടെ എന്താണ് തങ്ങളുടെ അനുഭവങ്ങൾ, എന്താണ് തങ്ങൾ ഈ ഇത്തരത്തിലൊരു പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് എന്ന് നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഏതാണ്ട് 20 വർഷത്തോളമായി നമ്മുടെ ഈ പഞ്ചായത്ത് റോഡ് ഏതാണ്ട് വന്നിട്ട് ഒരു പ്രൈവറ്റ് റോഡായിരുന്നു നേരത്തെ. അത് ഇതിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി തന്നെയാണ് അവരത് വിട്ടുകൊടുത്തത്. പക്ഷേ 20 വർഷമായിട്ടും ഇതുവരെ ഒരു തരത്തിലുള്ള വികസനം ഈ റോഡിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. ആദ്യ സമയത്ത് ഇത് ചെയ്തതിന് ശേഷം ഏതാണ്ട് 100 മീറ്ററോളാണ് ആദ്യത്തെ ടാറിങ് നടന്നത്. അതിനുശേഷം പിന്നീട് 40 മീറ്ററായി. പിന്നെ വർഷങ്ങളോളമായിട്ട് ഒന്നും നടക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-3-4 വർഷമായിട്ട് നമ്മളൊക്കെ തന്നെയാണ് ഈ റോഡ് വൃത്തിയാക്കുന്നതും ഒക്കെ തന്നെ. പിന്നെ നേരത്തെ ചെയ്ത ആ റോഡ് തന്നെ അതൊക്കെ തന്നെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് മോശമായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പാറക്കക്കടയിൽ നിന്ന് വരുന്ന വഴിക്ക് നമുക്ക് ഈ ചന്ദാനിക്കാട് റോഡിലേക്ക് കിടക്കുന്ന ഒരു പോക്കറ്റ് റോഡാണ്. അത് കാട്ടാമ്പാക്ക് റോഡിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പോക്കറ്റ് റോഡാണ്. ഈ റോഡ് വികസിച്ചാൽ തീർച്ചയായിട്ടും അപ്പുറത്തൂടെയുള്ള ഒരു റോഡിന് കുറച്ചുകൂടെ എളുപ്പമാകും. ഇവിടുത്തെ ഒരു ആളുകളെ അല്ല സത്യത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കണം. ഒരു റോഡെന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ ചുറ്റുപാട് കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള വികസനം അല്ല നമ്മൾ അതിനെ ലക്ഷ്യമാക്കുക. മെയിൻ റോഡിലേക്ക് കടക്കാൻ വേണ്ടി ഉള്ളൊരു പോക്കറ്റ് റോഡാകുമ്പോൾ അതിന് അത്തരത്തിലൊരു വികസനം വളരെ ആവശ്യമാണ്. ഇതിലുള്ള വഴി വെളിച്ചങ്ങൾ പലപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഉള്ളതാണെങ്കിലും മിന്നി കിടക്കുകയാണ്. അത് നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല അത് KSEBയുടെ പ്രശ്നം കൊണ്ടാണോ അതോ മെമ്പറുടെ ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ടാണോ. ശരിക്കും പറഞ്ഞ ഈ റോഡിന് മുഴുവൻ പണി തീർന്നു. ചാന്നാനിക്കാട് ശ്രീനാരായണ കോളേജിലോട്ട് പോകാനുള്ളത് കുട്ടികൾക്ക് പോകാൻ എളുപ്പമാണ്. അതുപോലെ ചാന്നാനിക്കാട് ഗവൺമെൻറ് ആശുപത്രി. ഈ തോടിൻ്റെ ആഴം കൂട്ടേണ്ടത്, ഈ തോടിന് ആഴം കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും. മിനിമം 2.5 അടി താഴ്ചയിൽ വേണം ഇവിടെ കൃഷി ചെയ്യാൻ. തോടിന് ആഴം കൂട്ടിയാലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഈ കല്ലിങ്ങക്കടവ് മുതൽ ഐറ്റിൽക്കാരുടെ കടവ് വരെയാണ് ഇത് തോടിന് ആഴം കൂട്ടേണ്ടത്. പക്ഷേ പഞ്ചായത്ത് ചെയ്യുന്നത് തൊഴിലുറപ്പുകാരെ കൊണ്ട് മാത്രം സൈഡിലേക്ക് പുല്ല് മാത്രം പറിക്കുകയോ ചെയ്യുന്നുള്ളൂ. തങ്ങൾ സ്വയം മുന്നിട്ടിറങ്ങി റോഡ് നവീകരിക്കുന്നത് കണ്ടെങ്കിലും അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ ഏതാണ്ട് 200 മീറ്റർ താഴെ വരുന്ന ഈ ഒരു റോഡ് പ്രദേശം ടാർ ചെയ്തു തരുമെന്ന പ്രതീക്ഷയിലാണ് ഈ തുമ്പേച്ചിറ നിവാസികൾ. ഏതായാലും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ അധികൃതർക്ക് കണ്ണു തുറക്കാൻ ഇടയാക്കട്ടെ എന്നാണ് ഞങ്ങളും പറയുന്നത്. കോട്ടയം കൊല്ലാട്ട് നിന്നും ടീം ജാഗ്രത.